മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാൻ ശ്രമിച്ചത് മോദി സർക്കാരെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുനമ്പം ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ നിലകൊണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സ്ഥാപന ദിനാഘോഷത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാഴ്ചയോളമായി നീണ്ടുനിന്ന ബി.ജെ.പി. സ്ഥാപന ദിനാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനമായി. സമാപന പൊതുസമ്മേളനം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം നോക്കാതെ എൻ.ഡി.എ സർക്കാർ വഖഫ് ബില്ല് പാസാക്കിയെന്നും മുനമ്പം ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ നിലകൊണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതു വലതു മുന്നണികൾ വ്യാജ പ്രചാരണം നടത്തി പ്രീണന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടത്തുന്നതെന്നും വിമർശനം. ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, ഒരു കൊല്ലം 5-6 കൊല്ലം മുമ്പേ തുടങ്ങിയ അവരുടെ ഒരു പ്രശ്നം, ആ പ്രശ്നം അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ ആരും അധ്വാനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് നരേന്ദ്രമോദിജി കേട്ടപ്പോൾ അദ്ദേഹം വഖഫ് ബിൽ, അമെൻമെന്റ് ബിൽ പാർലമെന്റ് കൊണ്ടുവന്നു, പാസാക്കി. 610 ജനങ്ങൾ, ഇതുവരെ ബി.ജെ.പിക്ക് വോട്ട് കൊടുക്കാത്ത ജനങ്ങൾ. എന്നിട്ടും ഈ ബി.ജെ.പി. എൻ.ഡി.എ സർക്കാർ, ഈ നരേന്ദ്രമോദിജി സബ്കാ സാത്ത് സബ്കാ വികാസ് വിശ്വസിക്കുന്ന ഒരു നരേന്ദ്രമോദിജി, പറയുന്ന നരേന്ദ്രമോദിജി, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന നരേന്ദ്രമോദിജി ബില്ല് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഈ 2 പാർട്ടി, CPM-ന്റെ സഖാവും കോൺഗ്രസ്മാരുടെ സഖാവും, അവര് പറയുന്നത് എന്താ? ഇതില് ആ ബില്ല് പാസ് ചെയ്തില്ല, അതിലൊന്നും പരിഹാരമില്ല. നുണ, പച്ച നുണ. ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു പ്രീണന രാഷ്ട്രീയം, ജനങ്ങളെ പീഡിപ്പിച്ച് വിഷം നിറച്ച് നുണയും പറഞ്ഞ് വിഡ്ഢിയാക്കാനൊരു രാഷ്ട്രീയം. കള്ളപ്പണ ഇടപാട് നടത്തിയിട്ട് നികുതി അടച്ചാൽ പ്രശ്നം ഒഴിയുമോ എന്നും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു. വികസനം, നിക്ഷേപം കേരളം ചർച്ച ചെയ്യുന്നില്ല. മാറ്റം വേണമെങ്കിൽ അതിന് എൻ.ഡി.എ വേണമെന്ന് തെളിഞ്ഞതാണെന്നും വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മകളുടെ കമ്പനിക്ക് കാശ് കൊടുക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. ഞാൻ പാർലമെന്റിൽ 2G സ്കാം എക്സ്പോസ് ചെയ്ത ആളാണ്. അതിലും കുറച്ചൊരു ക്ഷേമോ, ഒരു എന്താ പറയാ, ഒരു എംബാരസ്മെന്റ് മാതിരി ഉണ്ടായിരുന്നു. ഇവിടെ സർക്കാർ ജനങ്ങളുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി, ആ കമ്പനി മുഖ്യമന്ത്രിന്റെ, ചീഫ് മിനിസ്റ്ററിന്റെ മകളുടെ ഒരു കമ്പനിന് കാശ് കൊടുക്കുന്നു. ഒരു പണിയും ചെയ്യാതെ കാശ്, ഒരു ബേസ്ലെസ് കാശ്. ഇത് എന്തോ, എപ്പോഴാണ് ഇത് പുതിയ തിയറി തുടങ്ങിയത്? ശ്രീവരാഹത്തെ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും CPI ബ്രാഞ്ച് സെക്രട്ടറിയും ജനതാദൾ പ്രവർത്തകർ ഉൾപ്പെടെ 50ഓളം പേർ ബി.ജെ.പി. അംഗത്വവും സ്വീകരിച്ചു. പ്രവർത്തകരെ മെമ്പർഷിപ്പ് നൽകി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സ്വീകരിച്ചത്. ജനം, തിരുവനന്തപുരം.